നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഈ വാഴയുടെ ഇല ഇങ്ങനെ വാട്ടിയെടുക്കുന്നത് കാണുമ്പോൾ എന്ത് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ തോന്നില്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൊതിച്ചോറാണ് കേട്ടോ. പൊതിച്ചോറിന് പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ? വാഴയുടെ ഇലയുടെയൊക്കെ ഒരു സ്മെല്ലും എത്രത്തോളം ഐറ്റംസ് ഉണ്ടോ അതിനനുസരിച്ചിട്ടിരിക്കും പൊതിച്ചോറിൻ്റെ ടേസ്റ്റ്. എന്തായാലും ഒരു ചമ്മന്തിയും ചോറും ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റോടെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റും. ഞാൻ ഒരു വാഴയുടെ ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ അടുപ്പിലായിരുന്നു വാഴയുടെ ഇലയ്ക്ക് ഇതുപോലെ വാട്ടിയെടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്റ്റൗ ടോപ്പിൽ തന്നെ ചെയ്യാമല്ലോ. ഇന്നത്തെ നമ്മുടെ പൊതിച്ചോറിൽ ചോറിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റംസ് 2 തോരനാണ്. ഒന്ന് കൊത്തമര തോരനാണ്, പിന്നെ അതുപോലെ തന്നെ വാഴയ്ക്ക ഉപയോഗിച്ചിട്ടുള്ള, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉപ്പേരി എന്ന് പറയും, അതുപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഐറ്റം കൂടെയുണ്ട്. അതുകൂടാതെ തന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്, കിളിമീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഓംലെറ്റ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഫിഷ് ഫ്രൈ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഓംലെറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഫിഷ് ഫ്രൈ ഇല്ലെങ്കിൽ നമുക്ക് ഓംലെറ്റ് മാത്രമായിട്ട് സെർവ് ചെയ്താലും മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചമ്മന്തി മാത്രമായാലും മതി. പൊതിച്ചോറിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചമ്മന്തിയുടെ ടേസ്റ്റിന് മിസ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നല്ലൊരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കേട്ടോ എല്ലാ ഐറ്റംസും. പിന്നെ അച്ചാറുണ്ടെങ്കിൽ ഒരു പീസ് അച്ചാർ കൂടെ ഇടാം. അച്ചാർ പിന്നെ നമുക്ക് വീട്ടിൽ ഓൾറെഡി ഉണ്ടാക്കി എടുത്തത് ഉണ്ട് എൻ്റെ കയ്യിൽ. അത് ബാക്കി വന്നിട്ടുള്ള നാരങ്ങയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള നാരങ്ങ, ആ നാരങ്ങ ഉപയോഗിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള നാരങ്ങ അച്ചാറാണ്. ഈ വാഴയുടെ ഇലയെ ഞാൻ കഴുകി ഉണക്കിയെടുത്തതാണ് കേട്ടോ. നമുക്ക് ഓരോ ഐറ്റംസായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ട് പൊതിച്ചോറ് പാക്ക് ചെയ്യാം. നമ്മുടെ പൊതിച്ചോറിലോട്ട് നമുക്ക് ആദ്യം ഫിഷ് ഫ്രൈ റെഡിയാക്കി എടുക്കാം. ഇത് കിളിമീനാണ്, ഞങ്ങളുടെ നാട്ടിൽ കിളിമീൻ എന്ന് പറയാം. ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് ഏകദേശം ഓവർനൈറ്റിനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയാണിത്. വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഓരോ മീനായിട്ട് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മഞ്ഞളും മുളകും ഉപ്പും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇവയെല്ലാം നന്നായിട്ട് അരച്ചിട്ട് ഈ മീനിലോട്ട് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിന് കൂടെ തന്നെ ഞാൻ പെരിഞ്ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മീൻ ഫ്രൈ ആയിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആക്കിയിട്ടോ. നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാൻ സാധാരണ മീൻ പൊള്ളിച്ചെടുക്കുന്നത് പോലെ അല്ല കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് റെഡിയായി വരികയും ചെയ്യും, പിന്നെ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എണ്ണ പോകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അരിപ്പയിലോട്ടാട്ടോ എടുക്കുന്നത് ഫ്രൈ ചെയ്തെടുത്ത മീനിനെ. ഇനി ബാക്കി വന്നിട്ടുള്ള ഈ മീനൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുക്കറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ബാക്കി എണ്ണ കേട്ടോ. ഈ എണ്ണ നല്ല ചൂടുണ്ട്. നമുക്ക് ചൂടോടുകൂടെ തന്നെ നമുക്ക് ഈ എണ്ണയെ റീയൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ എണ്ണ കളയാം. എന്നാലും ഞാൻ തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ എണ്ണയിലൂടെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്യുന്നത്. ഫിഷ് കഴിക്കുന്നവർക്ക് തോരൻ അങ്ങനെ ചെയ്യാം, പക്ഷേ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. വേറെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുള്ളി ചേർക്കുന്നുണ്ട്. 10-15 എണ്ണം ഉണ്ട്. അതുപോലെ ഒരു 5-6 വെളുത്തുള്ളി ഉണ്ട്. 3-4 പച്ചമുളകുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് പാനിലോട്ട് ചേർക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമില്ല, പക്ഷേ ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. നമ്മുടെ ഉള്ളി ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ തേങ്ങ ചേർക്കാൻ 1/2 മുറി തേങ്ങ എടുത്ത്, ചെറിയൊരു തേങ്ങനെ ഇതൊന്ന് ഒതുക്കിയെടുക്കണം. നമുക്ക് തോരനുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൊത്തമരയാട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ ഇതിനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിരിക്കുകയാണ്. വെന്ത കൊത്തമരയെ ഞാൻ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തേങ്ങ ഏകദേശം 1/2 മിനിറ്റ് വരെ ഞാൻ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കൊത്തമര ചേർക്കാം. കൊത്തമരയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത്. എന്നാലും നമ്മൾ ചേർത്ത ചെമ്പറിയിൽ ഉപ്പില്ല, അപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കേണ്ടി വരും കേട്ടോ. നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ
നമ്മുടെ ഇൻസ്റ്റൻറ്റ് കൊത്തമര തോരൻ റെഡി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പൊതിച്ചോറിൽ നമുക്ക് എന്തായാലും ഒരു ചമ്മന്തി വേണം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് പുളി ചേർക്കാം കേട്ടോ. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണിത്. അതുപോലെ തന്നെ അരമുറി തേങ്ങയുടെ ചിരകി വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ട് ചേർക്കണേ. ഇനി ഞാനൊരു ചെറിയ ഉള്ളി ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം. 2 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ചുവന്ന മുളക് ചമ്മന്തി കേട്ടോ. മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്. നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 2 ടീസ്പൂൺ, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കല്ലുപ്പാണ് ചേർക്കുന്നത്, പൊടിയുപ്പും ചേർക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക മീൻസ് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കിടിലൻ ചമ്മന്തി തന്നെയാണ്. ഈ ചമ്മന്തിയൊക്കെ എൻ്റെ വീക്ക്നെസ് ആട്ടോ. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം നമുക്ക് ചമ്മന്തി. അടിപൊളി. അധികം ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അമ്മിയിൽ അരച്ചെടുത്ത പോലെയുള്ള ചമ്മന്തി ഇട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഓംലെറ്റാണ്. ഓംലെറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ തന്നെ ഉണ്ടാവില്ല കേട്ടോ ഇഞ്ചി. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 or 3 മുട്ട എടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ഓംലെറ്റ് ഒന്ന് സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാറുണ്ട്. ഒരുപാടൊന്നും വേണ്ട, 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വേണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ചൂടായ പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഓംലെറ്റ് റെഡിയാക്കി വെക്കാം. നമ്മുടെ പാന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. നോൺ സ്റ്റിക്കാണ്, എണ്ണ ഒഴിക്കണമെന്നൊന്നുമില്ല, എന്നാലും ഓംലെറ്റ് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കണേ. നല്ല വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ഇത് 2 ഓംലെറ്റ് ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരൊറ്റ ഓംലെറ്റ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മുറിച്ചെടുക്കാം. ഫിഷ് ഫ്രൈയും 2 തോരനും പിന്നെ അച്ചാറും ചമ്മന്തിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഓംലെറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒരു പീസ് വെച്ചാൽ മതി. ഓംലെറ്റ് ഫ്രൈ ചെയ്തിട്ടെ. വലിയ ഓംലെറ്റ് ആയതുകൊണ്ടേ ചിലപ്പോൾ തിരിച്ചിടുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നല്ല നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ട് എക്സ്ട്രാ സോഫ്റ്റാണിത്. അതുകൊണ്ട് ഞാൻ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചിട്ട് തിരിച്ചിട്ടിരിക്കുകയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓംലെറ്റും റെഡി ആയി. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട്. എണ്ണ ചൂടായി വരട്ടെ. ഇവിടെ ഞാൻ കുറച്ച് വാഴയ്ക്ക വേവിച്ചെടുത്തിരിക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തിരിക്കുക കേട്ടോ. അധികം വെള്ളമൊന്നും ഇല്ലാതെ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിരിക്കുകയാണ്. ഞങ്ങൾ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നൊരു ഉപ്പേരി ഉണ്ട്. ഏത് വെജിറ്റബിൾ ആണെങ്കിലും വേവിച്ചിട്ട് ഉള്ളി ഇട്ട് വഴറ്റിയെടുക്കുന്നതാണ്. അത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക, നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലോട്ട് ഞാൻ ചെറിയ ഉള്ളി ചേർക്കാൻ ചോപ്പ് ചെയ്തിട്ടുള്ള ചെറിയ ഉള്ളിയാണിത്. 10-15 എണ്ണം ഉണ്ട് കേട്ടോ. അതുപോലെ ഞാൻ പച്ചമുളകും ഈ എണ്ണയിലോട്ട് തന്നെ ചേർക്കുന്നത്. 4 പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തതാണ്. അധികം എരിവൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ 4 പച്ചമുളക് ഇട്ടത്. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറാവട്ടെ, അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ട് ബ്രൗൺ ആയി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ വറ്റൽമുളക് ചേർക്കുകയാണ്. 2-3 വറ്റൽമുളക് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. വാഴയ്ക്ക വേവിച്ചെടുക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്താൽ മതി, ഇവിടെ ചേർക്കണമെന്നില്ല. പക്ഷേ ഉള്ളിയിലോട്ട് ഈ പച്ചമുളക് ചേർത്ത് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും നമ്മുടെ ഉപ്പേരിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എണ്ണയിൽ ചേർക്കുന്നത്. ഇത് ഗോൾഡൻ ബ്രൗൺ നിറായി വരട്ടത്. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയാണിത്. ഇത് കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള വാഴയ്ക്ക ചേർക്കാം. പ്രഷർ കുക്കറിൽ ഞാൻ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചതാണ്. ഞാൻ വിസിൽ പോയ ഉടൻ തന്നെ ഞാൻ പ്രഷർ കളഞ്ഞ് വെച്ചിട്ടുണ്ട്.
ഒരു വാഴക്ക ഒരുപാട് ഉടഞ്ഞു പോകുന്നത് നമ്മൾ അടുപ്പിലൊക്കെ വേവിച്ചെടുത്ത് അതേ ഒരു ഫീൽ കിട്ടും. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വാഴക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കേട്ടോ, തീരെ വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ചിലർക്ക് കുറച്ച് വെള്ളത്തോട് കൂടെ ആയിരിക്കും ഇഷ്ടമുണ്ടായിരിക്കുക. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പൊതിച്ചോറിനുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓംലെറ്റാണിത്. പിന്നെ ഇത് കൊത്തമര തോരനാണ്. ഇത് വാഴയ്ക്ക ഉപ്പേരിയാണ്. നല്ല കിളിമീൻ ഫ്രൈ ആണിത്. പിന്നെ ചമ്മന്തി ആയിട്ടത് നമ്മുടെ തേങ്ങാ ചമ്മന്തി, ഈസി ആയിട്ട് പെട്ടെന്ന് മിക്സിയിൽ അരച്ചെടുത്ത ചമ്മന്തിയാണിത്. അതുപോലെ തന്നെ അച്ചാറാണിത്, നാരങ്ങ അച്ചാർ. ബാക്കി വന്നിട്ടുള്ള നാരങ്ങ കൊണ്ട് ഉണ്ടാക്കിയ അച്ചാറാണ്. നല്ല കിടിലൻ ടേസ്റ്റ് ആട്ടോ. ഒരുപാട് എക്സ്പെൻസീവ് ഇല്ല, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അതുപോലെ തന്നെ ഇത് ചോറ്. പിന്നെ ഞാനിവിടെ വാഴ ഇല വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറ് പാക്ക് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ചോറ് എടുക്കാം കേട്ടോ. നല്ല ചൂടുള്ള ചോറാണേ. ഞാനിവിടെ 5 പൊതിച്ചോറാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഓരോ ഇലയിലായിട്ട് ഞാൻ ചോറ് എടുക്കണേ. ഞാൻ കുറച്ച് അധികം തന്നെ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. പൊതിച്ചോറാകുമ്പോൾ കുറച്ച് ഷെയർ ചെയ്ത് കഴിക്കുന്നതല്ലേ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കുന്നതിന്. അപ്പോഴിനി കൂടെ ആരെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ അവർക്ക് കൂടെ കഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തവിയൊക്കെ അധികം ചോറ് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ചോറിൻ്റെ മുകളിലായിട്ട് വാഴയ്ക്ക ഉപ്പേരി വയ്ക്കുകയാണേ. അടുത്തതായിട്ട് അമരയ്ക്ക ഉപ്പേരി കേട്ടോ നമ്മൾ സെർവ് ചെയ്യുന്നത്. ഈ പൊതിച്ചോറിൽ നമ്മൾ എന്ത് ഐറ്റം വെക്കുകയാണെങ്കിലും ചോറിൻ്റെ മുകളിലായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യണം. എന്നാലേ ഉള്ളൂ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ചോറിലോട്ട് ഇറങ്ങിയിട്ട് നല്ല കിടിലനായിട്ടുള്ള ചോറ് കിട്ടുക. നമ്മൾ ഈ പൊതിച്ചോറിലോട്ട് കറിയൊന്നും സെർവ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചോറ്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ വെക്കാം. 2 ഫിഷ് ആട്ടോ വയ്ക്കുന്നത്. ചെറുതല്ലേ, അപ്പോൾ 2 വെക്കുന്നുണ്ട്. ഈ മീനിലെ എണ്ണയൊക്കെ ചോറിലോട്ട് ഇറങ്ങിയിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഓംലെറ്റ് വയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ ചമ്മന്തി കേട്ടോ സ്പ്രെഡ് ചെയ്യുന്നത്. 1-2 സ്പൂണ് ചമ്മന്തി വയ്ക്കാം. ഇത് കുറച്ച് ഡെലീഷ്യസ് ആയിട്ടുള്ള പൊതിച്ചോറാണ്. കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഒരു തോരനും ഒരു ചമ്മന്തി, അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് ഒരു ചമ്മന്തി, ഒന്നുമില്ലെങ്കിൽ ഒരു ചമ്മന്തി മാത്രം ചോറിൻ്റെ കൂടെ, അത്രയ്ക്ക് മതി പൊതിച്ചോറിൽ. അവസാനമായിട്ട് ഇതിലോട്ട് ഞാൻ 2 പീസ് നാരങ്ങ കൂടെ വയ്ക്കുന്നുണ്ട്. അച്ചാർ ഇഷ്ടമുള്ളവർക്ക് നാരങ്ങ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് കണ്ടില്ലേ. ചോറിൻ്റെ മുകളിലായിട്ട് ഞാൻ ഓംലെറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഫിഷ് ഫ്രൈ, ചമ്മന്തി, അമരയ്ക്ക തോരൻ, വാഴയ്ക്ക ഉപ്പേരി, അച്ചാറുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള പൊതിച്ചോറ് തന്നെയാണിത്. അങ്ങനെ ഞാൻ 5 പൊതിച്ചോറുകളാട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള. ഇനി നമുക്ക് ഓരോ പൊതിച്ചോറായിട്ട് മടക്കി വയ്ക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് മടക്കിയെടുക്കാം. നമ്മുടെ ഒരു പൊതിച്ചോറ് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ പേപ്പറിലൂടെ കെട്ടി വയ്ക്കുന്നുണ്ട്. അതുപോലെ ലീക്കേജൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് പേപ്പറിൽ കെട്ടുന്നത്. പേപ്പർ കൊണ്ട് തന്നെ നമുക്കിതിനെ സെക്യൂർ ചെയ്യുകയും ചെയ്യാം. ഇത് ലീക്കായിട്ട് പൊട്ടിപ്പോരുന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു കയറൊക്കെ എടുത്തിട്ട് കെട്ടി വയ്ക്കാം. ഇത് നൂലോ വാഴനാരോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കെട്ടി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത പൊതിച്ചോറ് പാക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഉച്ചയ്ക്ക് കഴിക്കാം. ട്രാവൽ ചെയ്യുന്നവർക്ക്, ഓഫീസിൽ സ്കൂളിലൊക്കെ പോകുന്നവർക്ക് നമുക്ക് പാക്ക് ചെയ്ത് കൊടുത്തു വിടാവുന്നതാണ് പൊതിച്ചോറ്. പൊതിച്ചോറിൻ്റെ ടേസ്റ്റ് ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്തവർ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.